ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് HSST കൊമേഴ്സിനുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ HSST കൊമേഴ്സ് നമ്മുടെ ഏവരുടെ ഒരു സ്വപ്നമാണ്. നല്ലൊരു പേ സ്കെയിലും അട്രാക്റ്റീവായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കാൻ വരുന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനായിട്ട് 90 72 71 07 72 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ, HSST കൊമേഴ്സിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൊഡ്യൂൾ, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഏരിയയിലും അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി, ഈ രണ്ട് ടോപ്പിക്ക് ജനറലായിട്ട് നമുക്ക് HSST കൊമേഴ്സിന് മസ്റ്റായിട്ടും കാണുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് റിസർച്ച് മെത്തഡോളജി രണ്ട് ടോപ്പിക്കിലും വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം ആ ഒരു സബ്ജക്റ്റും അതിൻ്റെ ഓരോരോ ഏരിയാസും. ഓക്കെ, അപ്പോൾ റിസർച്ച് മെത്തഡോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സബ് ഡിവിഷനായിട്ട് ഏകദേശം 34 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 34 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് എടുക്കുക. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് എടുക്കുക. ആദ്യം 34 ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്യുക. 1 2 3 എന്ന് പറഞ്ഞിട്ട് 34 ടോപ്പിക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അങ്ങനെ ലാസ്റ്റ് പ്ലേഗരിസം സൈറ്റേഷൻ വരെയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്ക് പോകുന്നത്. 34 ടോപ്പിക്കുകളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് റിസർച്ച് മെത്തഡോളജിക്കകത്ത്. ഇത് തന്നെ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ടില്ല. ഓരോ 34 ടോപ്പിക്കിലും സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതുണ്ട് 34 ടോപ്പിക്കുകൾ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 by 1 ഓരോ ടോപ്പിക്കുകളും. ഞാനിപ്പോൾ ഇതിങ്ങനെ ബുക്കിൽ എഴുതി നോട്ട് ചെയ്താണ്. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് പ്രോസസ്സ്, സ്കെയിലിങ്, അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. എഴുതിയതിന് ശേഷം നമുക്ക് എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ടിക്ക് കോഡ് ഇട്ട് പോവുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ടിക്ക് കോഡ് ഇട്ട് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്തു, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ളൊരു ഐഡിയ കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ച്, എനിക്കൊന്ന് റിസർച്ച് നമുക്കറിയാമെങ്കിലും അധികം MCOMകാർക്ക് ഈ സോഷ്യൽ സയൻസ് റിസർച്ചിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്, അതിനുശേഷം ഇത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ഓക്കെ, സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുമ്പം നമ്മൾ നോർമലി സയൻസിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുക. ഓക്കെ, നാച്ചുറൽ സയൻസ് അതുപോലെ സോഷ്യൽ സയൻസ്. ഓക്കെ, സയൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. നാച്ചുറൽ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് നമ്മളതിനെ പറയും. നമ്മുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. തുടങ്ങിയ ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ സോഷ്യൽ സയൻസും ഫിസിക്കൽ സയൻസും രണ്ട് ടൈപ്പ് സയൻസ് ആണ്. എങ്ങനെയാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളുണ്ട്. പിന്നെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് കിട്ടും. സർട്ടൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എവിടെ ലൈറ്റ് ഇട്ടാലും സ്വിച്ച് ഇട്ടാലും ലൈറ്റ് കത്തും അല്ലേ, വാലിഡ് ആയിട്ടുള്ള ബാക്കി സർക്യൂട്ടുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ. അപ്പോൾ അതിനങ്ങനെ ഒരു സയൻറ്റിഫിക് വാലിഡിറ്റി ഉണ്ട്, വേരിഫയബിൾ ആണ്. എന്നാൽ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ്, ആളുകളുടെ ലൈഫിനെ കുറിച്ചാണ്, ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് സോഷ്യൽ സയൻസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഡെമോഗ്രഫി ഒക്കെ ഇതിൻ്റെ വേരിയസ് ബ്രാഞ്ചാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട് സയൻസ്. ഫിസിക്കൽ സയൻസിനെ പോലെ ഒരു എക്സാക്ട് സയൻസ് ആയിട്ട് നമുക്ക് സോഷ്യൽ സയൻസിനെ കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം അത് ഹ്യൂമൻ ബീങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീങ്സ് അല്ലേ, ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം ഒരാളുടെ ബിഹേവിയർ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസമാണ്. അപ്പം എക്സാക്ട് എപ്പോഴും അതേ റിസൾട്ടുകൾ നമുക്ക് കിട്ടത്തില്ല. കോംപ്ലക്സ് ആയിരിക്കും, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സയൻസാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് എക്സ്പ്ലനേഷൻ ടു അൺഎക്സ്പ്ലോർഡ് ഫിനോമിന. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫിനോമിനയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എന്ത് ഫിനോമിനയാണ്? ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ബന്ധപ്പെട്ട.
ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കവർ ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ നോളജ്, ഫാക്ട് ഒക്കെയാണ് നോർമൽ റിസർച്ചിലെ ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട് അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളുണ്ടല്ലോ. ഇൻ്റർ റിലേഷൻസ് പഠിക്കുക, ഓൾഡ് ബന്ധങ്ങൾ നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വി ആർ ഗോയിങ് ടു മേക്ക് എ സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ അനലൈസിങ് ഓർ കോൺസെപ്റ്റലൈസിങ് എന്ന് പറയും നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറും സോഷ്യൽ ലൈഫിലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സും അവരുടെ സോഷ്യൽ ലൈഫുമാണ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പല ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഉണ്ട്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ബിഹേവിയർ, കോമേഴ്സ്, എഡ്യൂക്കേഷനൊക്കെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ന്യൂ ഫാക്ട് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്, ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനും ഇതൊക്കെ തന്നെയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കുക. വി ആർ ഗോയിങ് ടു ഡിസ്കവർ ഫാക്ട്, ഡയഗണൈസ് പ്രോബ്ലംസ്, നോളജ് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുക, അതുപോലെ സോഷ്യൽ ഫിനോമിനാസ് കൺട്രോൾ ചെയ്യുക, പ്രഡിക്ഷൻ ചെയ്യുക, സോഷ്യൽ വെൽഫെയർ, അതുപോലെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സെയിം ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ എഴുതി ഇട്ടിട്ടുണ്ട്. ദെൻ ഇവിടെ 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ ഒരു ജഡ്ജ്മെൻറ്റോ പേഴ്സണൽ ബയാസിനോ, അതായത് ആരാണോ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി ഒരു കാരണവശാലും മറ്റു കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ബയാസോ ഒക്കെ ഈ ഒരു റിസർച്ചിനെ ഒബ്ജക്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ അവിടെ നമുക്കൊരു പേഷ്യൻസും സെൽഫ് കൺട്രോളും ഒരു ഓപ്പൺ മൈൻഡ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ റഫായിട്ട് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പ്രോസസ്സും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോവിങ് രീതിക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സീക്വൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പം ചില പ്രോബ്ലം സെലക്ട് ചെയ്യുക, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുക, ഹൈപ്പോതിസിസ് ഫോർമുലേറ്റ് ചെയ്യുക, റിസർച്ച് ഡിസൈൻ കൊണ്ടുവരിക, ഡേറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡേറ്റ, കൺക്ലൂഷൻ, സജഷൻ, റിപ്പോർട്ട് റൈറ്റിംഗ്. ഇതിപ്പം ഏത് റിസർച്ചിനും കോമൺ ആണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റഫായിട്ട് പഠിച്ചു പോകുള്ളൂ. റിസർച്ച് പ്രോസസ്സ് നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ്. ആ ഒരു സമയത്ത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സെലക്ഷൻ ഓഫ് പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും കണക്റ്റഡ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോതിസിസും പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈനും അടുത്തൊരു സ്റ്റെപ്പാണ്. ദെൻ ഡേറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡേറ്റ, ബാക്കിയുള്ളതെല്ലാം തേർഡ് സ്റ്റേജായിട്ട് നമുക്കിങ്ങനെ 3 സ്റ്റേജായിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് എല്ലാം നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഫുള്ള് കോൺസെപ്റ്റ്, സാമ്പിൾസും പോപ്പുലേഷൻസും എല്ലാം ബന്ധപ്പെടുത്തി റിസർച്ച് നമ്മളൊന്ന് ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റേജിലെത്തിക്കും. ദെൻ തേർഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും ആ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് റിപ്പോർട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, സിമ്പിളായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും നമ്മൾ ആദ്യം പറഞ്ഞ സെയിം കോൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഇനി അത് ഡീപ്പായിട്ട് നോക്കുന്നില്ല. ഇനി ഇതിൻ്റെ ലിമിറ്റേഷനാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററാണ് ഇത് പഠിക്കുന്നത്. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക. ആൻഡ് പേഴ്സണൽ ബയാസും അതിനെ ബാധിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻസ് എന്നാണോ അന്ന് മുതൽ തന്നെ ഈ ഒരു റിസർച്ച് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസർച്ചുകളുണ്ട്. 19th സെഞ്ച്വറിയിലും 18th സെഞ്ച്വറിയിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു ഹിസ്റ്ററി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പം ആദ്യം നമ്മൾ നോക്കുക ഗ്രീക്കിലേക്കാണ്. ഗ്രീക്കിൽ ഹെറഡോട്ടസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഹെറഡോട്ടസ് ആണ് കേട്ടോ. ഇദ്ദേഹമാണ് ഫസ്റ്റ് ഹിസ്റ്ററിയൻ. ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് റാഷണൽ സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ കളക്ട് ചെയ്ത ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ദ ഹിസ്റ്ററി ആൻഡ് പേർഷ്യൻ വാർ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളൊക്കെ ഓർക്കണം. ഹിസ്റ്ററി ആൻഡ് പേർഷ്യൻ വാറാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ഓക്കെ, രണ്ടാമത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി എന്ന് പറയും. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ്
ഫിലിപ്പോണിയൻ വാറാണ്. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തിയത് ഇദ്ദേഹമാണ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പൊക്കെ, അതുപോലെ ഇൻ്റർവ്യൂവും ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് നടത്തിയതും ഇദ്ദേഹമാണ്. ദെൻ പ്ലേറ്റോ ഉണ്ട്, അദ്ദേഹം മാത്തമാറ്റീഷ്യനാണ്. അക്കാദമി ഫൗണ്ട് ചെയ്ത ഇദ്ദേഹമാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ അപ്പോളജി, റിപ്പബ്ലിക് ഒക്കെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ്. ഇഷ്യൂസിനെ ക്രിട്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത് ഇദ്ദേഹമാണ്. ഓക്കെ, ദെൻ പോളിബസ് ഉണ്ട്, ഹിസ്റ്റോറിയൻ ഓഫ് ഹിസ്റ്റോറിയൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ട്രൂത്ത് ഈസ് ദ ഐ ഓഫ് ഹിസ്റ്ററിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പഠനം. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഹിസ്റ്ററീസ്. ഓക്കെ, ഓരോരുത്തരുടെ ബുക്കും കോൺട്രിബ്യൂഷൻസും പേരും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചാൽ മതി ഇതുമായിട്ട് ബന്ധപ്പെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഏരിയയിലേക്ക് പോകാം. റോമിലും ഒക്കെ ഒത്തിരി അധികം സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ എവിഡൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമിലൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നരേറ്റീവായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസാണ് ഉണ്ടായത്. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി കാർണലിസ് ടാക്ടസ് ആണ്. അദ്ദേഹത്തിനാണ് നമ്മൾ ടു സൈഡ്സ് ഓഫ് റോമൻ ഹിസ്റ്ററി, അതുപോലെ ക്രിട്ടിക്കൽ ഹിസ്റ്റോറിയൻ, അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് ഹിസ്റ്ററീസ് ജർമാനിയ തുടങ്ങിയവയൊക്കെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് കോൺസെപ്റ്റുകളൊക്കെ നോക്കിയാൽ മതി. പിന്നെ ടൈറ്റസ് ഉണ്ട്, ഹെറോഡോട്ടസ് ഓഫ് റോമൻ ഹിസ്റ്ററി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുക. അതിൽ ഹിസ്റ്ററി ഓഫ് റോമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ടെക്സ്റ്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് മെഡീവൽ പീരീഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ക്രിസ്ത്യൻ പീരീഡാണ് മെഡീവൽ പീരീഡ് വരിക. സെൻറ്റ് അഗസ്റ്റിൻ ആണ് ആ ഒരു ഏരിയയിൽ വരുന്ന തിയോളജിസ്റ്റും ഫിലോസഫറായിട്ടുള്ള സെൻറ്റ് അഗസ്റ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ സമയത്ത്. ഇങ്ങനെ അദ്ദേഹത്തെ വെസ്റ്റേൺ ഫിലോസഫിയൊക്കെ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് റവല്യൂഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തിയ വ്യക്തി. സിറ്റി ഓഫ് ഗോഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ടെക്സ്റ്റ്. ആ ഗോഡ് എന്നുള്ള വാക്ക് ഇവിടെ വന്നിട്ടില്ല. സിറ്റി ഓഫ് ഗോഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ ഇസ്ലാമിക് പീരീഡാണ് അടുത്തത് വരിക. ഇവിടെയും ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇദ്ദേഹമാണ് ഫൗണ്ടർ ഓഫ് ഐഡിയോളജി അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ജിയോഡക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ കാണുക. ദെൻ ഹി ഫൈൻഡ് ഔട്ട് റെഡമസ് എർത്തും അതുപോലെ അതിൻ്റെ ഫേമസ് പേരും കൊടുത്തിട്ടുണ്ട്. അൽ ബ്രുണി. ഓക്കെ, അദ്ദേഹമാണ് കേട്ടോ, അൽ ബ്രുണിയാണ് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അഹമ്മദ് അൽ ബ്രുണി. ഓക്കെ, ദെൻ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന 1700-ൻ്റെ ആദ്യം 1700 തുടക്കകാലത്ത് നമ്മൾ ഡാർക്ക് ഏജ് എന്നാണ് പറയുക. ആ സമയത്താണ് പീപ്പിൾ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ നോക്കിയത് ഡാർക്ക് ഏജിൽ. ദെൻ ആ സമയത്ത് അതിനുശേഷം എൻലൈറ്റ്മെൻ്റ് ഉണ്ട്. ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് 1700 കാലഘട്ടമാണ്. ആ സമയത്ത് ഇറ്റലിയിലൊക്കെ പുതിയ പുതിയ സയൻറ്റിഫിക് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നീട് ഒരു പീരീഡ് എന്ന് പറയുന്നത് റിനൈസൻസ് ആണ്. റീബർത്ത് അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറയുന്നൊരു പീരീഡ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ക്ലാസിക്കൽ നോളജാണ് അപ്ലൈ ചെയ്യുക. റിവൈവൽ ഓഫ് ക്ലാസിക്കൽ നോളജ്. വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ വിറ്റ്നസ് ബേസ്ഡ് എക്സ്പ്ലോറേഷൻ. എല്ലാത്തിൻ്റെ എവിഡൻസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നൊരു ഏരിയയാണ് ആ സമയത്ത് വന്നത്. അതുപോലെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് റാഷണലിസ്റ്റിക് അപ്രോച്ച്, അത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിനൈസൻസ് പീരീഡിലാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വന്നത്. ഹ്യൂമൻ സൈഡ് നോക്കിയിട്ടുള്ളൊരു അപ്രോച്ച് വന്നത് റിനൈസൻസ് പീരീഡാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷവും 19th സെഞ്ച്വറി വന്നപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കാൾ മാർക്സിൻ്റെയും അതുപോലെ അഗസ്റ്റിൻ കോംറ്റിൻ്റെയും ഒക്കെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. മാർക്സ് വെബറും ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത്, ആ ഒരു പീരീഡിൽ. അദ്ദേഹത്തിൻ്റെ ഫേമസ് അവരുടെ ഫോട്ടോസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ഉള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ നോട്ടിലും ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഓരോരുത്തരെ എങ്ങനെ വിളിക്കുന്നു, ആ പേരുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്ലാസ്. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ചോദിക്കുക. താങ്ക്